എൻ്റെ പേര് നവോമി. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ മുഖത്ത് എപ്പോഴും ഭയങ്കരമായിട്ട് കുരുക്കൾ വരും. കുരുക്കൾ എന്ന് മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് പഴുത്തിട്ട് വേദന എടുത്ത് നമുക്ക് ഭയങ്കര അസഹനീയമായിരിക്കും. അപ്പം ഒരു 6 മാസമായിട്ട് എനിക്കത് ഭയങ്കര കുറച്ച് സിവിയർ ആയിട്ടായിരുന്നു. അതിന് കുറേ അതും ഇതും ക്രീമെല്ലാം മാറ്റും, പിന്നെ ഡോക്ടേഴ്സിനെ കാണും, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഒന്ന് കുറയും, പിന്നെ അതേപോലെ തന്നെ വരുന്നു. അപ്പം എൻ്റെ പപ്പ കഴിഞ്ഞ ഓഗസ്റ്റിലൂടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വ്യഞ്ചരിച്ച തേൻ്റെ കാര്യം ഇങ്ങനെ പപ്പ എന്നോട് പറഞ്ഞു തന്നു. എന്നിട്ട് പിന്നെ ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി തേന് എൻ്റെ മുഖത്ത്, അതായത് കുരുക്കളുള്ള തേൻ മുഖത്ത് പരട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പരട്ടി തുടങ്ങി. അപ്പോൾ ഉണ്ട് ഇത് നന്നായി കുറയുന്നു. ആദ്യം പഴുപ്പ് വരുന്നതെല്ലാം കുറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ പാടും അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ മുഖത്ത് ഇപ്പം എന്തെങ്കിലും മഞ്ഞൾ എന്തെങ്കിലും പരട്ടുവാണെങ്കിലും ഇത് ഞാൻ ഈ വെഞ്ചരിച്ച തേനിൽ ചാലിച്ച് പരട്ടാൻ തുടങ്ങി. അപ്പം അതിൽ നല്ല വ്യത്യാസം വന്നു. ഇപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ട് നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. നല്ല സാക്ഷിയാണ് കേട്ടോ, വെഞ്ചരിച്ച തേൻ്റെ വലിയൊരു സാക്ഷിയാണ്. പിന്നെ അതുപോലെ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സ് ചേച്ചി ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുക, എൻ്റെ ഹസ്ബൻഡിന് 20 വർഷത്തിന് മുകളിലായിട്ട് അയാൾ മൂക്കിക്കൂടി അയാൾക്ക് ഒരു സ്മെല്ല് പോലും കിട്ടില്ല എന്ന്. അത് സർജറി ഒരു പ്രാവശ്യമൊക്കെ ചെയ്തു, പക്ഷെ പിന്നെ അതുപോലെ തന്നെ വരുന്നു. ഇപ്പം സ്പ്രേ ഇല്ലാണ്ട് ഇയാൾക്ക് പറ്റിയേയില്ല. പക്ഷെ ഒരു വ്യത്യാസവും പ്രത്യേകിച്ചൊന്നുമില്ല. ചേച്ചി ഒരു ഹിന്ദുസാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തരാം, അല്ലാണ്ട് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വെഞ്ചരിച്ച ഒരു ഒലിവ് ഓയിൽ തരാം, അത് ചേച്ചി പറ്റാം. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ ചേച്ചിക്ക് കൊടുത്തിട്ട് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി അത് ആ ഹസ്ബൻഡിൻ്റെ മൂക്കിലും ഉള്ളിലും പുറത്തുമായിട്ട് കുരിശടയാളം വരച്ച് എന്നൊന്ന് ചെയ്തോളൂ എന്ന് ഞാൻ ഈ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ചേച്ചി എന്നോട് പറയുമ്പം ആ ചേച്ചി പറഞ്ഞത് ഇപ്പം അടുത്തത് കുറച്ച് സിവിയർ ആയിട്ട് മൂക്കിൽ നിന്ന് രക്തവും കൂടി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ റെഫർ ചെയ്തേക്കുവാണ്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കണ്ണൂരിലേക്ക് റെഫർ ചെയ്തു, ഒരു സീനിയറിലേക്ക്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഡോക്ടറെ പോയി എന്തായാലും കണ്ടോളൂ. അതിന് ഇപ്പുറമായിട്ട് ഈ ഒരു കുരിശടയാളം വരച്ച് ചേച്ചി ഒരു ഓയിലൊന്ന് പരട്ടി കൊടുത്തു. ഇതുപോലെ തന്നെ ഈ ചേച്ചി 2 ദിവസം ചെയ്തു. എന്നിട്ട് അവരുടെ ആ ഡോക്ടറെ പോയി അന്ന് കൊയിലിയിൽ കാണിച്ചപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഈ ചേച്ചി എന്നോട് വന്ന് പറയാം, ഡോക്ടർ പറഞ്ഞ ഇതിനിപ്പോൾ സർജറീൻ്റെ ഒരു കാര്യമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇത് ശരിക്കും എമർജൻസി സർജറി പറഞ്ഞൊരു കേസായിരുന്നു. അപ്പം ഞാനിങ്ങനെ അത്ഭുത ജപമാല വീട്ടിൽ കൂടുന്ന ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു ആഴ്ചത്തെ ഡേറ്റ് കൃത്യം ഓർക്കുന്നില്ല. അപ്പോൾ ആ ദിവസത്തെ അത്ഭുത ജപമാലയിൽ അച്ഛനെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, മൂക്ക് അടഞ്ഞിരിക്കുന്ന 5 പേർക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പേരും കൂടി എടുത്ത് പറഞ്ഞു. അതിലൊന്ന് രാജീവ് എന്നായിരുന്നു. അത് ഈ ചേച്ചീൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. രാജീവ് എന്ന പേര്. നല്ലൊരു കൈയ്യടി കൊടുത്തേണ്ടോ. ക്രൈസ്തവനായ വ്യക്തിയുടെ പേരാ രാജീവ് എന്നോ. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം. എനിക്കത് ഉറപ്പിച്ചു അത് ഈ ചേച്ചിക്ക് തന്നെ സൗഖ്യം കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ ഈ ചേച്ചിനോട് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. പക്ഷേ ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്തിട്ട് ഈ ചേച്ചി തന്നെ എന്നോടിങ്ങനെ ഇപ്പം ഈ അടുത്ത് പോരാൻ നേരത്തെ ഈ ചേച്ചി ഞാൻ പറയാം, ഇപ്പം അയാൾക്ക് മൂക്കിക്കൂടി സർവ്വതും അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ഉറങ്ങാനും പറ്റുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത് കേട്ടോ. വലിയ സാക്ഷിയാണ് കേട്ടോ. പ്രൈസലോ. അക്രൈസ്തവനായിട്ട് ആൾക്ക് വേണ്ടിയിട്ട് മകളെ അത്ഭുതമാല കണ്ടും ഈ ഒലിവ് ഓയിൽ കൊടുത്തും പ്രാർത്ഥിച്ചതാണ്.